الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين. വേദിയിലിരിക്കുന്ന ബഹുമാന്യ അധ്യക്ഷ, GAO കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടച്ചോൻ്റെ കരുണയും കാവലും നമുക്കെപ്പോഴും ഉണ്ടാകുമാറാകട്ടെ എന്ന പ്രാർത്ഥന. പിന്മടക്കമില്ലാത്ത പോരാട്ടത്തിൻ്റെ മുദ്രാവാക്യവുമായി കോഴിക്കോടിൻ്റെ തെരുവിൽ ഉജ്ജ്വലമായ റാലിക്ക് ശേഷം കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ GAOവിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. സംഘപരിവാറിൻ്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന അല്പം ചില ആളുകളും ഒരു പക്ഷത്തും, രാജ്യത്തിൻ്റെ മതേതര ചേരി, രാജ്യത്തിൻ്റെ നന്മയിൽ താൽപ്പര്യമുള്ളവർ, രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മറുപക്ഷത്തും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ സാമൂഹിക നീതിക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു മുന്നോട്ട് പോകുവാൻ സാധിക്കുക എന്നത് മുഴുവൻ മനുഷ്യരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് ഇത്തരം പോരാട്ടങ്ങളെല്ലാം, ഇത്തരം പ്രക്ഷോഭങ്ങളെല്ലാം, ഇത്തരം പരിപാടികളെല്ലാം ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരോടും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ, മനുഷ്യർക്ക് ലഭിക്കേണ്ട തുല്യ നീതിയെ ക്രൂരമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിട്ടിറങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത്തരം നിയമങ്ങളിലൂടെ CAA നമ്മൾ കണ്ടു, യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട പണിപ്പുരയിലും നമ്മൾ മനസ്സിലാക്കി, വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടു നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇത് കേവലം ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പള്ളിപ്പറമ്പ് അന്യാധീനപ്പെട്ടു പോകുന്നതിൻ്റെ അസ്വസ്ഥതയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടു പോകുന്നു എന്നതിൻ്റെ വേദനയുമല്ല. അതിനേക്കാളെല്ലാം അപ്പുറത്ത് ഒരു സമുദായത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ മേൽ കൈവെക്കേണ്ടി വരുമ്പോൾ, കൈവച്ച ഒരു ഘട്ടത്തിൽ, അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന അസ്വസ്ഥതകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ഈ രാജ്യത്ത് തുല്യ നീതി അനുഭവിക്കേണ്ട, ഈ രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവകാശങ്ങൾ ലഭിക്കേണ്ട ഒരു ജനവിഭാഗത്തെ, ഈ രാജ്യത്ത് ആർജവത്തോടുകൂടി ജീവിക്കേണ്ട ഒരു ജനവിഭാഗത്തെ, ഈ രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ സുന്ദരമായി ഇടപെട്ട ഒരു ജനവിഭാഗത്തെ, ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശാക്തീകരണത്തിൽ കാതലായ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തെ, അവർക്ക് ലഭിക്കേണ്ട നീതി നഗ്നമായി നിഷേധിക്കുകയും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന, അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ഒരു ജനതയെ ഔദാര്യം കൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അവകാശങ്ങളെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഔദാര്യങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരു ജനവിഭാഗമല്ല, നമ്മൾ ഔദാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരു ജനവിഭാഗമല്ല. നമ്മൾ രാജ്യത്ത് ജീവിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഈ രാജ്യത്ത് തുല്യ പൗരത്വത്തിന് വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടിയിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം എന്ന അർത്ഥത്തിൽ തീർച്ചയായും നമ്മുടെ ശബ്ദം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിരിക്കണം. തീർച്ചയായും നമ്മുടെ പോരാട്ടം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗർജനമായിരിക്കേണ്ടതുണ്ട്. ആ ഗർജനം, ആ ശബ്ദം 10 മടങ്ങ് ഉച്ചത്തിൽ ഇനിയും മുഴക്കുവാനുള്ള ആഹ്വാനങ്ങളാണ് ഇവിടെ സോളിഡാരിറ്റിയും SIOവും GAOവും ഒക്കെ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടികളിൽ നിന്ന് ആവേശത്തോടുകൂടി ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാമത്തത്, ഭയത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തെ, ഇത്തരം നിയമങ്ങളിലൂടെ, ഇത്തരം ബില്ലുകളിലൂടെ ഒരു ജനവിഭാഗം അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ മുന്നിലേക്ക്
ഭയത്തിൻ്റെ ചീട്ടുകൾ, തുരുപ്പ് ചീട്ടുകൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്തരം പോരാട്ടങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഭയപ്പെടാൻ നമ്മൾ സന്നദ്ധമല്ല എന്നുള്ളതാണ്. ഭയപ്പെടാൻ സന്നദ്ധമല്ലാത്ത ഒരു ജനത തെരുവുകളിൽ പ്രക്ഷോഭത്തിന് വേണ്ടി എന്നും അണിനിരന്നുകൊണ്ടേയിരിക്കും. ഈ രാജ്യത്ത് നടന്ന മുഴുവൻ പ്രക്ഷോഭങ്ങൾക്കും, പൗരത്വ പ്രക്ഷോഭങ്ങൾക്കുൾപ്പെടെയുള്ള പ്രവർത്തന മേഖലകളിലെല്ലാം നേതൃപരമായ പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാൽ സമ്പന്നമാണ് തീർച്ചയായും ഇത്തരം പോരാട്ടങ്ങൾ എന്നുള്ളത് കൊണ്ട് ഇത് കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് യാത്രയാകുന്നത്. ഇവിടെ ബഹുമാന്യനായ തൗഫീഖ് സാഹിബ് സൂചിപ്പിച്ചു നമ്മളോട്, നമ്മൾ പരാജയപ്പെടുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ ശബ്ദം എവിടെയും എത്തുകയില്ല, ഈ മുദ്രാവാക്യങ്ങൾക്ക് ഒരു വിലയും ലഭിക്കുകയില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ലോകത്ത് നടന്നിട്ടുള്ള മുഴുവൻ പോരാട്ടങ്ങളും നമുക്കറിയാം. ആശയങ്ങളുടെ പിൻബലത്തിൽ, ആദർശങ്ങളുടെ പിൻബലത്തിൽ ഒരു ജനവിഭാഗം നടത്തിയിട്ടുള്ള, അത് എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ, ജനവിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം വിജയിച്ച ചരിത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ആശയമുണ്ട്, നമ്മുടെ കയ്യിൽ ആദർശമുണ്ട്. അടിയുറച്ച നോട്ട്സിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പോരടിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ വെറുപ്പിന്റെ ശക്തികൾക്ക്, വംശീയതയുടെ ശക്തികൾക്ക്, വിദ്വേഷത്തിന്റെ വക്താക്കൾക്ക് എടുത്തു പ്രയോഗിക്കാൻ കഴിയുന്ന, അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ആദർശമില്ല. വെറുപ്പ് തിന്ന്, വെറുപ്പ് ഭക്ഷിച്ച്, വെറുപ്പിലുണ്ട്, വെറുപ്പിലൂട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം, തീർച്ചയായും അവർ പരാജയത്തിന്റെ കയ്പുതീര് തന്നെയായിരിക്കും കുടിക്കുക എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രിയപ്പെട്ടവരെ, നിരാശയുടെ കുടിലിൽ നിന്ന് പ്രതീക്ഷയുടെ കൊട്ടാരത്തിൽ താമസിക്കുന്ന രാജകുമാരന്മാരും രാജകുമാരികളുമായിട്ട് ഇവിടുന്ന് യാത്രയാകാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായും GIO ആ ഒരു ആഹ്വാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരികൾ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ ആ ഒരു സന്ദേശം ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കണം. പ്രക്ഷോഭത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും പിന്മടക്കമില്ലാത്ത ഈ യാത്രയിൽ ഒന്നിച്ചു മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടത് അടിയുറച്ച് നിൽക്കുക, ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക, ആർജവത്തോടുകൂടി മുന്നോട്ട് പോവുക. നന്മേച്ഛുക്കളായ മുഴുവൻ മനുഷ്യരും നമ്മോടൊപ്പമുണ്ട്. ഈ രാജ്യത്തെ നന്മ ആഗ്രഹിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മനുഷ്യർ നമ്മോടൊപ്പമുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി, അതിലപ്പുറം ഈ പ്രപഞ്ചത്തിന് ഒരു താളക്രമമുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു താളലയമുണ്ട്. നന്മയെ ഉൾക്കൊള്ളുന്ന, തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന പോരാട്ടങ്ങളുടെ എല്ലാം വിപ്ലവം, ചരിത്രം അത് തന്നെയാണ് നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും അവസാനിപ്പിക്കുകയാണ്. പടച്ചവൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പോരാട്ടങ്ങളിലൂടെ കരുത്തുള്ളവരായി മാറാൻ ജഗദീശ്വരൻ നമ്മെ തുണക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എൻ്റെ പ്രിയപ്പെട്ടവർ, പടച്ചവൻ അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയുടെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ഇനിയുള്ള നാളുകളിലും ആ പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ പടച്ചവൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى محمد المصطفى صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.